ദൈവത്തിന് മഹത്വം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ത്രിയേക ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമത്തിൽ എല്ലാ സഹോദരിമാർക്കും എൻ്റെ സ്നേഹവന്ദനം. ശിംശോനെക്കുറിച്ചുള്ള പഠനത്തിൽ താൻ തെറ്റുകൾ ആവർത്തിക്കുന്നു എന്ന് നാം മനസ്സിലാക്കിയല്ലോ. തെറ്റുകൾ ഉണ്ടാകുക എന്നത് മനുഷ്യ സഹജമാണ്. എന്നാൽ തെറ്റുകളെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുക എന്നത് ദൈവിക പ്രമാണമാണ്. ഈ ജഡശരീരം തെറ്റുകൾ ചെയ്യുന്നു, ആവർത്തിക്കുന്നു. 1 യോഹന്നാൻ 1:8-9 വാക്യങ്ങൾ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. റോമാലേഖനം 7:24-25 വാക്യങ്ങളിൽ പൗലോസ് ഇതേ ആശയം തന്നെ പറയുന്നുണ്ട്. ജഡത്തിലെ പാപപ്രമാണത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ നമുക്ക് സ്വയം സാധ്യമല്ല. ദൈവകൃപയിൽ ആശ്രയിച്ചാൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ശിംശോന് അനുതാപമില്ലാത്തൊരു ഹൃദയമാണുള്ളതെന്ന് നാം കണ്ടു കഴിഞ്ഞു. ഇതേ കാരണം കൊണ്ടാണ് താൻ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരുന്നത്. അനുതപിക്കുവാനും യഥാസ്ഥാനപ്പെടുവാനും ദൈവം അവസരങ്ങൾ നൽകും. അത് പ്രയോജനപ്പെടുത്തുക എന്നത് വ്യക്തികളുടെ തിരഞ്ഞെടുപ്പാണ്. ദൈവം കയ്യനോട് പറയുന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. ഉൽപ്പത്തി പുസ്തകം 4:7. പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. പാപത്തെ കീഴടക്കുന്ന കാര്യത്തിൽ കയ്യൻ പരാജയപ്പെട്ടു. ഇവിടെ ശിംശോനും പരാജയപ്പെടുന്നു. കീഴടക്കേണ്ട പാപങ്ങൾ ശിംശോനെ കീഴടക്കി. തൻ്റെ ചില സ്വഭാവ വൈകല്യങ്ങളെക്കുറിച്ച് നാം കണ്ടു കഴിഞ്ഞു. ആ വൈകല്യങ്ങൾ കൊണ്ട് താൻ തൻ്റെ സ്വയത്തെ പരിപോഷിപ്പിക്കുവാൻ ശ്രമിച്ചു. തിമ്നയിലെ ഫിലിസ്തീ യുവതിയുമായുള്ള വിവാഹത്തോടുള്ള ബന്ധത്തിൽ ശിംശോന് പല തിക്ത അനുഭവങ്ങളും ഉണ്ടായി. ഫിലിസ്തീ യുവാക്കൾ തന്നെ വഞ്ചിച്ചു, ഭാര്യ തന്നെ വഞ്ചിച്ചു, തള്ളിപ്പറഞ്ഞു. ഫിലിസ്തീ യുവാക്കൾക്ക് അവൻ്റെ ഭാര്യയിലൂടെ ലക്ഷ്യപ്രാപ്തി ഉണ്ടായി. ശിംശോൻ മൂലം അവർക്ക് പ്രശ്നമുണ്ടായപ്പോൾ കുറ്റാരോപണം നടത്തി അവളെയും അപ്പനെയും ചുട്ടുകൊന്നു. തന്നെ നിരന്തരം ശല്യം ചെയ്ത് രഹസ്യം ചോർത്തിയെടുത്ത് തന്നെ വഞ്ചിച്ച ഈ അന്യജാതിക്കാരത്തിയായ യുവതിയെ എൻ്റെ എന്ന് താൻ സംബോധന ചെയ്യുന്നത് എന്തുകൊണ്ട്? ന്യായാധിപന്മാർ 14:18. വിവാഹ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വഞ്ചിതനായ ശിംശോൻ എന്തുകൊണ്ട് തുടർന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു? ചതിയിൽപ്പെട്ട് വഞ്ചിതനായി സ്വദേശത്തേക്ക് മടങ്ങിയ ശിംശോൻ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ഒരാട്ടിൻകുട്ടിയെ സമ്മാനമായി കൊണ്ടുവരുന്നു. തിന്മയുമായി ഒരു ഒത്തുതീർപ്പിന് താൻ ശ്രമിക്കുന്നു. ശിംശോനെ തള്ളി അവളെ മറ്റൊരുവന് ഭാര്യയായി അവളുടെ അപ്പൻ കൊടുക്കുന്നു. വഞ്ചിക്കപ്പെട്ടെടുത്ത് എന്തിനീ ഒത്തുതീർപ്പ് ശ്രമം എന്നത് വിചിത്രമായി തോന്നാം. ശിംശോനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വാഭാവിക പ്രവൃത്തി മാത്രമാണ്. ഈ പ്രവൃത്തി മൂലം താൻ കൂടുതൽ പ്രശ്നത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. കാരണം ഫിലിസ്തീ യുവതികളോടുള്ള അവൻ്റെ ലൈംഗിക ആകർഷണം അവൻ്റെ അകക്കണ്ണ് കുരുടാക്കിയിരുന്നു. പുറം കണ്ണ് പ്രബലമായപ്പോൾ അകക്കണ്ണ് ബലഹീനമായി. ഇതിൽ നിന്നും പാഠം പഠിക്കാതെ വീണ്ടും ഇതേ തെറ്റുകൾ ആവർത്തിക്കുന്നു. ദലീല എന്ന ഫിലിസ്തീ യുവതി അവനെ വശീകരിച്ച് അവൻ്റെ ശക്തിയുടെ രഹസ്യം ചോർത്തിയെടുക്കുന്നു. തിമ്നയിലെ യുവതി ചെയ്ത അതേ മാർഗം തന്നെയാണ് ദലീലയും സ്വീകരിച്ചത്. സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. ശിംശോൻ പാഠം പഠിക്കുന്നില്ല. ശിംശോനെ മുറുകെ പറ്റിയ പാപ സ്വഭാവങ്ങൾ തൻ്റെ ജീവിതകാലം മുഴുവൻ തുടർന്നു. അതിൽ നിന്നും തനിക്ക് മോചനം ലഭിച്ചില്ല. അതിനുവേണ്ടി ശ്രമിച്ചുമില്ല. തൻ്റെ ദൈവദത്തമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നതിന് അതൊരു വിലങ്ങുതടിയായി മാറി. ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട പല അനുഭവങ്ങളും തനിക്കുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം താൻ തന്നെ വരുത്തിയ വിനകളാണ്. ഫിലിസ്ത്യ പാളയത്തിൽ താൻ നാശം വിതച്ചു. അതുമൂലം ഫിലിസ്ത്യരുടെ ഏക ലക്ഷ്യം ശിംശോനെ ഇല്ലാതാക്കുക എന്നത് മാത്രമായി. അതിസാഹസികത, തന്നിൽ തന്നെയുള്ള അമിത വിശ്വാസം, സ്വയാശ്രയം, ഒറ്റയാൾ ജീവിതചര്യ ഇവയെല്ലാം പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തി. ഇതിൽ നിന്നൊന്നും താൻ പാഠങ്ങൾ ഉൾക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, അതവസാനം വരെ തുടരുകയും ചെയ്തു. ശിംശോൻ്റെ ജീവിതത്തിലെ പല പരാജയങ്ങൾക്കും കാരണം തൻ്റെ നാവായിരുന്നു. ഒറ്റയാനായി ജീവിച്ച താൻ സിംഹത്തിൻ്റെ ഉടലിൽ നിന്ന് തേനെടുത്ത് മാതാപിതാക്കൾക്ക് കൊടുത്തെങ്കിലും അതിൻ്റെ ഉറവിടം പറയുന്നില്ല.
പറയേണ്ട കാര്യം മാതാപിതാക്കളോട് പറയുന്നില്ല. ശിംശോൻ്റെ ജീവിതത്തിലുടനീളം കാണുന്ന ഒരു പ്രവണതയാണ് പറയേണ്ട കാര്യം പറയുന്നില്ല എന്നതും പറയരുതാത്ത കാര്യങ്ങൾ പറയുന്നു എന്നതും. തൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ ഒരു വ്യക്തി പഠിച്ചില്ലെങ്കിൽ താൻ തനിക്ക് തന്നെ നാശം വിതയ്ക്കും. ഇതാണ് യാക്കോബ് 3:5-6 വാക്യങ്ങളിൽ ലേഖനകാരൻ പറയുന്നത്. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വൻപ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. ക്രിസ്തീയ ജീവിതത്തിൽ നാം ജാഗ്രത പുലർത്തേണ്ട സുപ്രധാനമായ മേഖലയാണ് നാവിൻ്റെ നിയന്ത്രണം. അതിൽ നാം എത്രമാത്രം വിജയിക്കുന്നു എന്ന് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ശിംശോൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പല പഴുതുകളും ഉണ്ടായിരുന്നു. നാം മനുഷ്യരാണ്, തെറ്റുകൾ സംഭവിക്കാം. എന്നാൽ നാം അനുതപിച്ചാൽ ദൈവം നമ്മോട് ക്ഷമിച്ച് നമ്മെ യഥാസ്ഥാനപ്പെടുത്തും. നാം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ചില ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ടാകാം, അതായത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത ചില തെറ്റുകൾ. സങ്കീർത്തനം 139:23-24 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. എനിക്ക് പലതും കാണുവാൻ സാധിക്കുന്നില്ല. അങ്ങയെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കി തരണം എന്നാണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഒരു ആത്മപരിശോധന ആവശ്യമാണ്. ശിംശോൻ തൻ്റെ ജീവിതത്തെ ലാഘവമായി കണ്ട് ജീവിച്ചു. അത് തൻ്റെ നാശത്തിന് കാരണമായി. ശിംശോൻ്റെ ജീവിതം നമുക്കൊരു ദൃഷ്ടാന്തമായിരിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ആത്മീയ മുന്നറിയിപ്പുകൾ ഉൾക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.